മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നാം ഓർക്കുന്ന പരിശുദ്ധ പിതാവിന്റെ സ്ഥാനം മറ്റൊരാളെ പകരം വെക്കാൻ ഇല്ലാത്ത വിധത്തിലെ മലങ്കര സഭ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന ഒരു പിതാവിന്റെ 79ാമത്തെ ഓർമ്മ പെരുന്നാളാണ് ഇന്ന് നാം ആചരിക്കുന്നത്. 79 വർഷങ്ങൾക്ക് മുൻപ് ആ പിതാവ് നമ്മോട് വിട പറഞ്ഞ് സ്വർഗോന്നതിയിൽ കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം വിശ്രമിക്കുന്നു. എല്ലാ പിതാക്കന്മാരുടെയും ജീവിത ചരിത്രം എന്ന് പറയുന്നത് സഭയുടെ ചരിത്രവും കൂടിയാണ്. മലങ്കര സഭയുടെ ശില്പികൾ എന്ന് വിളിക്കപ്പെടാവുന്ന അനേകം പിതാക്കന്മാരുണ്ട്. മലങ്കര സഭയുടെ ഇന്നത്തെ ഈ സ്ഥിതിയിൽ എത്തിച്ചേരത്തക്കവണ്ണം ആ കാലഘട്ടത്തിലെ, അതായത് മലങ്കര സഭയിലെ എല്ലാ കാലഘട്ടത്തിലെയും എല്ലാവർക്കും അതിൻ്റെതായ ചില ഉത്തരവാദിത്തങ്ങൾ പങ്കാളിത്തവും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അത് വസ്തുതയാണ്. അങ്ങനെയുള്ള ഓരോ അനേക ശില്പികളിൽ പ്രധാന ശില്പി ആരെ എന്ന് ചോദിച്ചാൽ അതിന് മറ്റൊരു ഉത്തരം പറയാനില്ല. അത് പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി തന്നെയാണ്. ദിവന്നാസിയോസ് ആറാമൻ എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്ന പിതാവ്, അനേക ദിവന്നാസിയോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പിതാക്കന്മാരുള്ളത് കൊണ്ട് നമുക്ക് എളുപ്പം മനസ്സിൽ വ്യക്തിത്വത്തെ ഗ്രഹിപ്പാൻ തക്കവണ്ണം വട്ടശ്ശേരിൽ തിരുമേനി എന്ന് പറയുമ്പോഴാണ് നമുക്കത് കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ ചെന്ന് തറയ്ക്കുന്നത്, പതിക്കുന്നത്. ആറാം മർത്തോമായെ പോലെ തന്നെ ആറാം മർത്തോമായുടെ കാലത്താണ് മർത്തോമ എന്ന സ്ഥാനനാമത്തിന് ദിവന്നാസിയോസ് എന്നുള്ള സ്ഥാനനാമം കൂട്ടിച്ചേർക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. ആറാം മർത്തോമായുടെ അതേ നിലയിൽ ചിന്തിക്കുമ്പോൾ ആറാം ദിവന്നാസിയോസ് എന്ന് പറയുന്ന പിതാവ് മലങ്കര സഭയുടെ പ്രധാന ശില്പികളിൽ പ്രധാനനായിരുന്നു എന്ന് പറയുന്നതിലെ ഒട്ടും സംശയിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ വിചാരം. എന്തുകൊണ്ടാണ് ആ പരിശുദ്ധ പിതാവിനെ പ്രധാന ശില്പി എന്ന് പറയുന്നത്? ഇന്നത്തെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേരാൻ ആ പിതാവിന്റെ ജീവിതം, ആ പിതാവിന്റെ പ്രയത്നം, ആ പിതാവിന്റെ സംഭാവന മറ്റാരേക്കാളും കൂടുതലായിരുന്നു. 1865 പുലിക്കോട്ടിൽ തിരുമേനി, അതായത് 2ാം തിരുമേനി MD സെമിനാരി സ്ഥാപകൻ മേൽപ്പെട്ട സ്ഥാനം ഏൽക്കുന്നത്. ആ കാലഘട്ടത്തിൽ സഭയ്ക്ക് വലിയൊരു അപകടം പിണഞ്ഞിട്ടുണ്ട് എന്ന് മണത്തറിഞ്ഞ ഒരു പിതാവാണ് വട്ടശ്ശേരിൽ തിരുമേനി. അന്ന് ഒരുപക്ഷെ അദ്ദേഹം റമ്പാനായിരിക്കാം. സഭയുടെ നവീകരണത്തിന്റെ കൊടുങ്കാറ്റടിക്കുമ്പോൾ ആ കൊടുങ്കാറ്റിനെ പ്രതിരോധിക്കുവാൻ ആവശ്യമുള്ള നടപടികൾ സ്വീകരിച്ച പിതാവാണ് പുലിക്കോട്ടിൽ തിരുമേനി. 1876 അതിനൊരു പ്രതിരോധ നടപടി സ്വീകരിച്ചു. പക്ഷേ ചില മരുന്നുകൾ രോഗികൾക്ക് കൊടുക്കുമ്പോൾ ചില പാർശ്വഫലങ്ങൾ ഉണ്ടാകാറുണ്ട്. 1, 2, 3 രോഗം നമുക്കുണ്ടെങ്കിൽ ഒരു രോഗത്തിന് ഒരു മരുന്ന് കൊടുക്കുമ്പോൾ അത് മറ്റൊരു രോഗത്തിന് പ്രതികൂലമായും സംഭവിക്കാറുണ്ട്. എന്ന് പറയുന്നത് പോലെ 1876 മുളന്തുരുത്തി സുന്നകദോസിൽ സഭയുടെ നേരെ അടിച്ചുയർന്ന നവീകരണ കൊടുങ്കാറ്റിനെ പ്രതിരോധിച്ചപ്പോൾ പരിശുദ്ധ പത്രോസ് പാത്രിയർക്കീസ് ബാവാ തിരുമേനി മലങ്കരയിൽ വന്ന് നവീകരണ കൊടുങ്കാറ്റിനെ ശമിപ്പിച്ചപ്പോൾ അതിനൊരു പാർശ്വഫലമുണ്ടായി. എന്താണ് ആ പാർശ്വഫലം? എല്ലാ ഇടവകകളിലും കടന്നു ചെന്ന് മലങ്കര സഭയുടെ ഓരോ ഇടവകയും ഉടമ്പടി എഴുതി കൊടുത്തുകൊണ്ട് സഭയുടെ സ്വത്തുക്കളും ഇടവകകളും അതുപോലെ തന്നെ വിശ്വാസികളും എൻ്റെ സ്വന്തമാണ്,
എൻ്റെ അധികാരത്തിന് കീഴിലാണ്, എൻ്റെ അടിമകളാണ് എന്ന് പറയത്തക്കണം വിധമുള്ള കാര്യപരിപാടി. പ്രത്യേകിച്ച് സ്വത്തുക്കൾ ഉടമ്പടി മൂലം എഴുതി തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ചില പള്ളിക്കാർ അതിനെ പ്രതിരോധം സൃഷ്ടിച്ചെങ്കിലും പല ഇടവകളും അങ്ങനെ എഴുതി കൊടുക്കേണ്ടി വന്നു. അപ്പോഴ് പുലിക്കോട്ടിൽ തിരുമേനി തീർച്ചയായും ഓർത്തിരിക്കണം, അപകടം അപകടം അപകടമെന്ന്. ആ അപകടത്തെ മണത്തറിഞ്ഞ് അന്ന് തന്നെ അതിനു വേണ്ട പ്രതിരോധങ്ങൾ മനസ്സിനകത്ത് സൃഷ്ടിക്കുന്ന ഒരു സഭയുടെ ഒരു ധീര പോരാളിയെന്നോ അല്ലെങ്കിൽ അതിന്റെ ശില്പിയെന്നോ ഏതോ വിധത്തിലുള്ള നാമം ചാർത്തി കൊടുത്താലും ഒന്നും അത് അധികമല്ല. 1908 പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി മേൽപ്പെട്ട സ്ഥാനം സ്വീകരിക്കുന്നു. 1909 പുലിക്കോട്ട് തിരുമേനി കാലം ചെയ്യുന്നു. 1912 സഭയ്ക്ക് കാതോലിക്ക എന്ന സ്ഥാനി ഉണ്ടാകുന്നു. അത് പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ മനസ്സിൽ അങ്കുരിച്ചിരുന്ന പാർശ്വഫലത്തിന്റെ മരുന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മലങ്കര സഭ സ്വാതന്ത്ര്യം സിദ്ധിക്കുന്നില്ലെങ്കിൽ മലങ്കര സഭയ്ക്ക് ഒരു കാലത്തും ഒരു സ്വതന്ത്ര പദവിയോ ഉയർച്ചയോ വളർച്ചയോ ഉണ്ടാകാൻ പോകില്ലെന്നറിഞ്ഞ വട്ടശ്ശേരിൽ തിരുമേനി 1912 ആകുമ്പോഴേക്കും ഈ സഭയ്ക്ക് നിവർന്നു നിന്ന് തല ഉയർത്തിപ്പിടിച്ച് മറ്റു സഭകളുടെ മുൻപിൽ സംസാരിക്കത്തക്കവണ്ണമുള്ള ഒരു നിലപാട് വരുത്തി വെക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നവീകരണ കൊടുങ്കാറ്റിനെ പ്രതിരോധിക്കുവാൻ അന്നത്തെ ആ പരിശുദ്ധ പിതാവ് എടുത്ത പ്രതിരോധത്തിന്റെ പാർശ്വഫലത്തെ വട്ടശ്ശേരിൽ തിരുമേനി അതിജീവിച്ച് അതിനും മരുന്ന് കണ്ടുപിടിക്കുന്നു എന്ന് വേണം പറയാൻ. 1912 പക്ഷെ 1912 എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്തു നോക്കൂ, അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? ഒന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത് 1914 എങ്കിൽ ആ പരിശുദ്ധ പിതാവ് ഇവിടെ ഈ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമെന്ന് പറയപ്പെടാവുന്ന വിധത്തിൽ ഒരു കാതോലിക്ക നമുക്ക് ലഭിച്ചപ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന ഒരു കാലമാണ്. ആരുടെയും കൈവശം ധനമില്ല, വയറു നിറയെ ഭക്ഷണം കഴിക്കുവാൻ മാർഗമില്ല, ദാരിദ്ര്യത്തിന്റെ വലിയ ഒരു അതിപ്രസരം. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി സഭയെ നയിക്കുന്നത്. അതത്ര ഒരു എളുപ്പമുള്ള വസ്തുതയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായിരുന്നാലും സഭയുടെ പ്രധാന ശില്പി എന്ന് പൂർണ്ണതയുള്ള ഒരു സഭയുടെ സ്ഥാനം, അതായത് അതിന്റെ സ്വാതന്ത്ര്യം, അതിന്റെ തദ്ദേശീയത, അതിന്റെ സ്വയം ശീർഷകത്വം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സഭയ്ക്കൊരു പൂർണ്ണത ലഭിക്കത്തക്കവണ്ണമുള്ള ഒരു നിലപാട് ഈ പ്രധാന ശില്പിയുടെ മനസ്സിനകത്തുണ്ടായിരുന്ന ഒരു വിചാരത്തിന്റെ ഭാവനയുടെ പൂർത്തീകരണമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി സഭയുടെ ഒരു ശില്പിയല്ല, മുഖ്യ ശില്പി, പ്രധാന ശില്പിയാണ് അതിന്റെ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പിതാക്കന്മാരെ ആ പരിശുദ്ധ പിതാവിനെ ഓമനപ്പേരിൽ അഥവാ ഒരു പ്രത്യേക സ്ഥാനം നൽകിയത്. സഭയുടെ ഭാസുരൻ. എന്താണ് ഭാസുരൻ? സൂര്യൻ. സഭയുടെ സൂര്യൻ. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിൽ സൂര്യന്റെ സ്ഥാനം എന്താണ്? സകല ജീവജാലങ്ങൾക്കും ജീവൻ നിലനിർത്താൻ തക്കവണ്ണമുള്ള ചൂടും വെളിച്ചവും നൽകുന്ന സൂര്യപ്രകാശം. ഭൂമിക്ക് തന്നെ ജീവൻ നൽകുന്നത് സൂര്യനാണ്. എങ്കിൽ മലങ്കര സഭയുടെ ജീവനെ പിടിച്ചു നിർത്തിയത്, വളർത്തിയത്, വലുതാക്കിയത് സഭാഭാസുരൻ എന്ന് നമ്മുടെ പിതാക്കന്മാര്, പൂർവികന്മാര് അവരുടെ ഹൃദയത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. വട്ടശ്ശേരി തിരുമേനിയോടൊപ്പം അൽമായ നേതൃത്വം ഉറച്ചു നിന്നിരുന്നു.
പല തീരുമാനങ്ങളും അന്തരംഗങ്ങളിൽ എടുക്കുന്നത് സഭയുടെ ആത്മായ പ്രമുഖരെ, വൈദിക പ്രമുഖരുടെ ഒരു കൂട്ടായ ആലോചനയുടെ പുറത്തായിരിക്കുമെന്നാണ് എന്റെ വിചാരം. ചരിത്രം വായിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി സഭയുടെ പ്രധാന ശില്പിയായിരുന്നു, സഭയുടെ സൂര്യനായിരുന്നു. സഭയ്ക്ക് ജീവൻ നൽകത്തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്ഥാനത്ത് ആ അർത്ഥത്തിലുള്ള ജീവനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സഭയുടെ സ്വത്വം, സഭയുടെ നിലനിൽപ്പ്, സഭയുടെ സ്വാതന്ത്ര്യം, അങ്ങനെയുള്ള തലങ്ങളിൽ ഒരു സൂര്യനെ പോലെ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി പ്രയത്നിച്ചു, പ്രവർത്തിച്ചു, ജീവിച്ചു. അത് നമുക്ക് വളരെ നിസ്സാരമായി തോന്നുന്നെങ്കിൽ തീർച്ചയായും അതിനെ ന്യായീകരിക്കാൻ നിവൃത്തിയില്ല. മാത്രമല്ല, തിരുമേനിയുടെ മനസ്സിൽ തിരിച്ചറിവിന്റെ ഒരു വലിയ പ്രവാഹം തന്നെ ഉണ്ടായിരുന്നു. എന്താണ് തിരിച്ചറിവ്? സ്വാതന്ത്ര്യം നേടുന്നില്ലെങ്കിൽ മലങ്കര സഭയ്ക്ക് വളരാനാകുകയില്ല. ഇവിടെ ഒരു സ്വതന്ത്രമായ ഒരു പരിശുദ്ധ സുന്നകദോസും ഒരു സ്വതന്ത്രമായ പൂർണ്ണതയുള്ള അധികാര സ്ഥാനവും ഉണ്ടാകുന്നില്ലെങ്കിൽ മലങ്കര സഭയുടെ സ്വത്തുക്കളും മലങ്കര സഭയുടെ സർവസ്വവും വിദേശ മേൽക്കോയ്മയ്ക്ക് കീഴ്പ്പെടുത്തേണ്ടി വരും, കീഴടങ്ങേണ്ടി വരും. അത് ആ തിരിച്ചറിവാണ് ഈ കാതോലിക്ക എന്ന സ്ഥാനം ഇവിടെ ഉണ്ടാകാൻ തക്കവണ്ണം തിരുമേനി പ്രയത്നിക്കുന്നത്. അറിവും തിരിച്ചറിവും രണ്ടാണ്. അറിവെന്ന് പറയുന്നത് നമ്മുടെ മുൻപിൽ നാം കാണുന്ന, അറിയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ. തിരിച്ചറിവെന്ന് പറയുന്നത് നാളെ കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞ് ഉണ്ടാകാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള അറിവ്. അതുകൊണ്ട് ഞാൻ പറയും, പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ അറിവിനേക്കാൾ വലുതായിരുന്നു തിരിച്ചറിവ്. അതുകൊണ്ടാണ് വലിയ അപകടകരമായ സാഹചര്യത്തിലൂടെ അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വന്നപ്പോഴും സഭയുടെ ജീവനും സഭയുടെ ആരോഗ്യവും സഭയുടെ വളർച്ചയും തന്റെ ജീവനേക്കാൾ വലുതാണെന്ന് ആ പരിശുദ്ധ പിതാവ് തീർച്ചയായും കരുതിയിട്ടുണ്ട്. ആ പരിശുദ്ധ പിതാവിന്റെ ജീവചരിത്രവും ഡയറിയൊക്കെ വായിക്കുമ്പോൾ അതാണ് നമ്മെ ഉത്ബോധിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സന്ദേശം അതാണ്. അദ്ദേഹം പ്രധാന ശില്പിയായിരുന്നു. അദ്ദേഹം സഭയ്ക്ക് സ്വത്വവും ജീവനും നൽകുന്ന സൂര്യ പ്രകാശമായിരുന്നു, അല്ലെങ്കിൽ സൂര്യൻ തന്നെയായിരുന്നു. തിരിച്ചറിവ് അല്ലെങ്കിൽ ദീർഘവീക്ഷണം എന്നൊക്കെ നമുക്ക് പേര് വിളിക്കാമെങ്കിലും ആ തിരിച്ചറിവ് ഒന്നും വളരെ പരസ്യമായി ഇങ്ങനെ അട്ടഹസിച്ച് പറഞ്ഞ് നടക്കാതെ കാര്യങ്ങൾ വളരെ സമർത്ഥമായി സഭയുടെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം പ്രാണനേക്കാൾ കൂടുതൽ പ്രവർത്തിച്ച്, പ്രാണന്റെ സംരക്ഷണത്തെക്കാൾ കൂടുതൽ സഭയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും അത് നാളെ കഴിഞ്ഞ് ഈ സഭയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ വേണ്ട വിധത്തില് ക്രമീകരിക്കുകയാണ്. രണ്ടാം ലോകമഹായുദ്ധം 1914 ആരംഭിച്ചു. എനിക്ക് തോന്നുന്നത് പട്ടിണി എന്ന് പറയുന്ന, അക്ഷരാർത്ഥത്തിൽ പട്ടിണിയുടെ ദേവത, ദാരിദ്ര്യത്തിന്റെ ദേവനം ആരാണെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കാലമാണത്. അപ്പോഴേക്കും അദ്ദേഹത്തിന് മുടക്കിന്റെ വാൾ ലഭിക്കുന്നു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് രണ്ടാമത്തെ കാതോലിക്കായെ തെരഞ്ഞെടുക്കുവാൻ പിന്നെയും 10-13-12 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു. അതും അങ്ങനെ വൈകിപ്പോയത് സഭയുടെ ചരിത്രത്തിന് പോറലേൽക്കാതെ, സഭയുടെ നിലനിൽപ്പിന് പോറലേൽക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം എന്നുള്ളത് കൊണ്ടായിരുന്നുവെന്ന് വേണം കരുതാനായിട്ട്. പ്രിയമുള്ളവരെ, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്റെ സംഭാവന എന്താണ്, ഞാൻ എന്താണ് ഈ സഭയ്ക്ക് വേണ്ടി നൽകി? പലപ്പോഴും നാം പറയുന്ന ഒരു വാചകമുണ്ട്, സഭ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? എന്നെ വളർത്തിയോ,
എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഞാൻ സഭയ്ക്ക് വേണ്ടി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് നമ്മൾ അക്കമിട്ട് പറയാറുണ്ട്. ചിലരെങ്കിലും, എല്ലാവരും പറയുന്നു ഞാൻ പറയുന്നില്ല. പക്ഷേ പൂർവികന്മാരായ പിതാക്കന്മാരൊക്കെ സഭ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഒരിക്കലും ചോദിച്ചു കാണുകയില്ല, ഒരിക്കലും ചിന്തിച്ച് കാണുകയില്ല. സഭയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ന് മാത്രമേ അവർക്ക് ചിന്തിക്കാൻ ഒക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ പരിശുദ്ധ പിതാവിന്റെ ജീവിതം, ആ പരിശുദ്ധ പിതാവിന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന വേദനകൾ, യാതനകൾ, അതൊന്നും പുറത്തു വന്നിട്ടില്ലാത്ത എത്രയോ വേദനകൾ ആ പരിശുദ്ധ പിതാവ് അനുഭവിച്ചു. നാം പലപ്പോഴും, ഞാൻ നേരത്തെ ഓർക്കുന്നില്ല, എവിടെ ചെല്ലുമ്പോഴും നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, സഭ എനിക്ക് എന്താ ചെയ്തത്, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അവരെ അക്കമിട്ടൊരു പട്ടിക നിരത്തി നമ്മുടെ മുമ്പിൽ വെക്കും, സഭയ്ക്ക് വേണ്ടി ചെയ്തത്. സഭ എന്ന് പറയുന്ന ആരാണ്? നമ്മളെല്ലാവരും കൂടുന്നതാണ്. നാം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സഭയ്ക്ക് സഭയുടേതായ മികവുണ്ടാകുകയുള്ളൂ. അല്ലാതെ അതിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് എന്താ കിട്ടിയത് എന്ന് ചിന്തിക്കുന്ന ഒരു സഭയുടെ ഒരു അടിസ്ഥാനം അതാണെങ്കിൽ അത് വളരെ അപകടകരമായ ഒരു അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്ത് സഭയ്ക്ക് വേണ്ടി കൊടുക്കാൻ ഒത്തു, എൻ്റെ ജീവൻ കൊടുക്കാനൊത്തോ, എൻ്റെ ധനം കൊടുക്കാനൊത്തോ, എൻ്റെ ബുദ്ധി കൊടുക്കുവാനൊത്തുവോ, എൻ്റെ സമയം അതിനു വേണ്ടി ഞാൻ ചെലവഴിച്ചുവോ, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ, സഭയ്ക്ക് വേണ്ടി എന്ത് കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ള ചിന്ത, അതായിരിക്കട്ടെ നമ്മുടെ മുഖ്യമായ സഭയോടുള്ള സ്നേഹത്തിന്റെ ഒരു അടയാളം. അതാണ്. ഞാൻ ദീർഘമായി ഒന്നും ഇനി പറയുന്നില്ല, സമയം അല്പം കൂടിയെന്ന എൻ്റെ വിചാരം. കാരണം വട്ടശ്ശേരിൽ തിരുമേനി ആരായിരുന്നു, എങ്ങനെ ജീവിച്ചു, അദ്ദേഹത്തിന്റെ അംഗരക്ഷകൻ പോലും കൊല്ലപ്പെടുന്നു, അദ്ദേഹം അനുഭവിച്ച മാനസിക വേദനകൾ, ശാരീരികമായ അനേക ഞെരുക്കങ്ങൾ, അതൊന്നും നിസ്സാരമായിരുന്നില്ല. അതേസമയം അദ്ദേഹം ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്ന് പറയുന്നത് ദൈവഹിതത്തിന് അനുകൂലമായി, നിയമങ്ങൾക്ക് വിധേയമായി, ഒരു ക്രിസ്ത്യാനിക്ക് ചേരാത്ത ഒന്നും പ്രവർത്തിക്കുവാൻ മനസ്സില്ലാത്ത നിലപാടുകൾ. അതുകൊണ്ടാണ് കൂടുതൽ വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ആ പരിശുദ്ധ പിതാവിന്റെ അന്ത്യ വിശ്രമം കൊള്ളുന്ന ഒരു ഇടമാണ് പഴയ സെമിനാരി എന്ന് പറയുന്നത്. ഇത് ചരിത്രം ഉറങ്ങുന്ന ഒരു ദേവാലയമാണ്. ഇത് അത്ര നിസ്സാരമായി കാണേണ്ട ദേവാലയമൊന്നും അല്ല. എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നമ്മുടെ സഭയുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ പിതാക്കന്മാരാണ്, അവരുടെ പ്രാർത്ഥനകളാണ്, അവരുടെ കണ്ണുനീരണിഞ്ഞ പ്രാർത്ഥനകളാണ്. അതെന്നും നമുക്ക് വലിയ ശക്തി തന്നെ നമുക്ക് ലഭിക്കും, സംശയമില്ല. ആ പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.